നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡ്രോയുടെ പോക്കിൽ ബാഴ്സലോണയ്ക്ക് ഞെട്ടൽ. ഹാൻസി ഫ്ലിക്കിന് അത് വലിയ ഒരു ഷോക്കായിരുന്നു. അദ്ദേഹം തന്നെ അത് ഡ്രോയുടെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തത് സ്പാനിഷ് മാധ്യമങ്ങളാണ്. മുണ്ടോ ഡിപ്പോർട്ടീവോ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ ആ വീഡിയോ നമ്മൾ ചെയ്തത്. പക്ഷേ ഡ്രോയുടെ പോക്കിൽ ബാഴ്സലോണയ്ക്ക് ഞെട്ടലാണെങ്കിൽ ഇവിടെ പലർക്കും പൊട്ടലാണ്. കുരുപൊട്ടൽ. ഡ്രോ പോയതിന് ബാഴ്സ ഞെട്ടി, 2 റൗണ്ട് ഓടി, ഒന്ന് പോറാഫിക്ക എന്താണ് തള്ളി പറിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ ലൈനിലാണ് കമൻറ്റുകൾ നോക്കാം. എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാറ്. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് ഏത് തരത്തിലാണ്, എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ കൃത്യമായി സോസും പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് ബാഴ്സയുടെ കാറ്റലൻ മാധ്യമങ്ങളെക്കാൾ വലിയ അറിവുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ്. ഒരാൾ ചോദിക്കുകയാണ്, ഇതൊക്കെ ആരാ? ഡ്രോയൊക്കെ ആരാ? ഇവനൊക്കെയാണ് ബാഴ്സ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ അതിന് സുഹൃത്തുക്കളുടെ മറുപടികൾ കൃത്യമായിട്ടുണ്ട്. ഫുട്ബോൾ കാണുന്നവർക്കറിയാം, നിന്നെപ്പോലുള്ള സീസണൽ ഫാൻസിന് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഡ്രോയെ അറിയില്ല, നല്ല പൊട്ടൻഷ്യൽ ഉള്ളവനാണ്, ഇറങ്ങി കളിച്ച് കളിയിലൊക്കെ നല്ല മാന്യമായി കളിച്ചിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ള അടിപൊളിയാണ്, വല്ലപ്പോഴും കളി കാണണമെന്ന് മറുപടി കൊടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇനി നോക്കണം, വേറൊരാൾ ഞെട്ടിയിട്ട് 2 റൗണ്ട് ഓടി, ഒന്ന് റാഫിക്ക, ചുമ്മാ വ്യൂസ് കൂട്ടാൻ വേണ്ടി. അപ്പോൾ മറ്റൊരാൾ അല്ല എന്ന് മറുപടിയുണ്ട്. ഡ്രോയുടെ ബുക്കിനെ പറ്റി പറഞ്ഞിട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞെട്ടി എന്ന് പറഞ്ഞാണ്. ഡ്രോ ആരാന്നൊന്നും അറിയാത്താണ് ഇതിൽ പ്രശ്നം. പിന്നെ വേറൊരാൾ കളിക്കാൻ ഇറക്കാറില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞെട്ടുന്നത് എന്നുള്ളതാണ്. 18 വയസ്സേ പയ്യനുള്ളൂ. അപ്പോൾ ഇവൻ ബാഴ്സയുടെ ഭാവി എന്ന രൂപത്തിൽ കണ്ടിരുന്ന കളിക്കാരിലൊരാളാണ്. 18 വയസ്സാണുള്ളത് എന്നുള്ളത് മനസ്സിലായി. അതിൽ ഒരാൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. ബട്ട് കളിക്കാൻ ഇറക്കിയ ടൈമിലൊക്കെ നല്ല മോശമല്ലാത്ത പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്, നല്ല ക്വിക്ക് ഡിസിഷൻ ഒക്കെയാണ്. ബാഴ്സയുടെ ഫ്യൂച്ചറിലേക്കുള്ളവനാണ് ഇവൻ. യെസ്, അതാണ് മനസ്സിലാക്കേണ്ടത്. 18 വയസ്സേ ഉള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഗെയിം ടൈം കിട്ടുന്ന ക്ലബിലേക്ക് പോകട്ടെ എന്ന് പറയുന്നവരുണ്ട്. മറ്റൊരാൾ, ബട്ട് ബ്രോ ആൾ നല്ല സ്കില്ലുള്ള പ്ലെയർ, ഇത് അറിയാവുന്നവരുണ്ടെന്നേ. പിന്നെ കുറേ ആളുകൾ എന്തേ ബാഴ്സ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ, എന്തിനും കയറി എങ്ങ് കെടുക്കട്ടെ ഒരു ചോറി കമൻറ്റ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ അവരോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾക്ക് അങ്ങനെ പൊട്ടി ഒലിക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ബാഴ്സയെ അറിയുന്നവർക്ക് ഡ്രോ ആരെന്നറിയാം. ഇപ്പോൾ ഡ്രോയുടെ കാര്യം മാത്രമല്ലെന്നേ, മാർഗിയോ പോയി, അതിനുശേഷം ഡ്രോ പോകുന്നു. അപ്പോൾ ഇതൊക്കെ നിരാശ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ബാഴ്സയെ സ്നേഹിക്കുന്നവർക്ക്, ലാമാസിയൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക്, ബാഴ്സയുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് ഒക്കെ അറിയാം ഡ്രോ ആരാണ്, മാർഗിയോ ആരാണ്. അങ്ങനെ വളർന്നു വന്നവനാണ് ലാമിനെ യമാൽ. അങ്ങനെ വളർന്നു വന്ന പലരെയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാർക്ക് ബെർണാലിനെ റേസിങ്ങിനെതിരെ കളിപ്പിച്ചു കോപ്പ ഡെൽ റേയിൽ ഫ്ലിക്ക്. അതോടുകൂടി അവന് കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അവന് കിട്ടിയ മെസ്സേജ് അവനെ എന്തായാലും പരിഗണിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ തുടരാൻ തീരുമാനിച്ചു. അതേസമയം ഇവിടെ ഇപ്പോൾ ഡ്രോയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്ലെയിൻ ടൈം കൂടുതൽ കിട്ടണമെന്ന് ആ 18-കാരനെ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഡാനി ഓൽമോ, ഫെർമിൻ ലോപ്പസ് ഇങ്ങനെയുള്ളവർ അവിടെ ഉണ്ടാകുമ്പോൾ പ്ലെയിൻ ടൈം കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പോകാൻ തീരുമാനിക്കുന്നത്. പിന്നെ അവനെ അതിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച PSG ആണ്. PSG ഇപ്പോൾ ഒഫീഷ്യലി അവൻ്റെ മുന്നിലേക്ക് പ്രപ്പോസലൊക്കെ വെച്ച് കഴിഞ്ഞു എന്ന് ഫബ്രിസിയോ പോലുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഞെട്ടി, കൊട്ടി എന്നൊക്കെ ഉള്ളത് വെറുതെ അങ്ങ് എടുത്തിരുന്നതല്ല, കൃത്യമായിട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്നതാണ്. ഇപ്പോൾ സ്പോർട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൽ എന്തായിരുന്നു അറിയോ, ബാഴ്സലോണ ആർ ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് വിത്ത് ഡ്രോസ് റിക്വസ്റ്റ് ടു ലീവ് ദി ക്ലബ് എന്നാണ്. അവർക്ക് അറിയാമെന്നേ ഡ്രോ ആരാണെന്ന്. അല്ലാതെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമൻറ്റ് കുത്തി കുറിക്കുന്നവനെ പോലെയല്ല. അതാണ് ബാഴ്സലോണ ആർ ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് വിത്ത് ഡ്രോസ് റിക്വസ്റ്റ് ടു ലീവ് ദി ക്ലബ് എന്നാണ്. അതുപോലെ തന്നെ മുണ്ടോ ഡിപ്പോർട്ടീവോയുടെ റിപ്പോർട്ടിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫ്ലിക്കിനോട് ഇത് സംസാരിച്ചപ്പോൾ, ഡ്രോസ് കോൺവെർസേഷൻ വിത്ത് ഹാൻസി ഫ്ലിക്ക് സർപ്രൈസ്ഡ് ദി കോച്ച് എ ലോട്ട് ആൻഡ് ദാറ്റ് ഹി ടുക്ക് ഇറ്റ് വെരി ബാഡ്ലി. അപ്പോൾ അതാ പറയാനുള്ളത്. അറിയില്ലെങ്കിൽ പിന്നെ അത് തന്നെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.